നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ ഇരിക്കുക. ഓ വീടെ കംഫർട്ടായി തോന്നുന്നു. ഓ എനിക്ക് തോന്നുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇത്ര കാലമില്ലാത്തൊരു പ്രാധാന്യം പല കാരണങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്ന രാവുകളാണോ? തെരഞ്ഞെടുപ്പ് എപ്പോഴും പ്രാധാന്യമുള്ളതാണല്ലോ. അതെ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നല്ല താല്പര്യമാണ് എല്ലാ ആളുകൾക്കും. ആ താല്പര്യം നല്ലതുപോലെ LDFന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. എല്ലാ വിഭാഗം ആളുകളും നല്ല താല്പര്യത്തോടെയാണ് LDFനെ സ്വീകരിക്കുന്നത്. അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ആളുകൾ സമാധാനപരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട് കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങേയറ്റം ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നൊരു നാടാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെ പലരും കൊതിക്കുന്നൊരു കാര്യമാണ്. ആ കൊതിക്കുന്ന കാര്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും നല്ല സംതൃപ്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലം സമാധാനപൂർണ്ണമായ ഒരു ജീവിതം മലയാളിക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിനകത്തും പുറത്തും മലയാളികൾ അദ്ദേഹത്തിൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് പ്രിയവും അപ്രിയവുമായി തോന്നാവുന്ന ചില ചോദ്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം ഒരിക്കൽ കൂടി. നമസ്കാരം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഈ കുറച്ച് കുട്ടികൾ റംസാൻ ആശംസകൾ നേരാൻ വന്ന കുട്ടികളുമായിട്ട് അങ്ങ് സംബന്ധിക്കും വളരെ ചിരിച്ച് കളിച്ച് അങ്ങ് സന്തോഷമായിട്ട് അവർക്ക് ഈ പെരുന്നാളിൻ്റെ ആശംസകളൊക്കെ നേരുന്നു. അപ്പോൾ ഒരു എൻ്റെ മനസ്സിലപ്പോൾ തോന്നുന്ന ഒരു കുറുമ്പ്, അതായത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണമാണ്. നല്ല ചിരിയായിരുന്നു, സന്തോഷമായിരുന്നു മുഖത്ത്. കുട്ടികൾ നിഷ്കളങ്കരാണ്. ആ കുട്ടികളുടെ ഒരു പ്രത്യേകത എവിടെയും നല്ല തോതിൽ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടികൾ ഈ ഈദ് ആശംസകൾ നേരാൻ വേണ്ടി വന്നതാണ്. ഈദ് ആശംസകൾ അങ്കിൾ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം തോന്നുന്നു. അത് നേരാൻ വേണ്ടി മാത്രമായിട്ട് അവർ വന്നതാണ്. മനസ്സിൽ വേറൊന്നുമില്ല, കുട്ടികൾ അത് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ സാമ്പത്തികമായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായ ഒരു 5 കൊല്ലക്കാലം ആണ് കടന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു LDFൻ്റെ നേതാവ് എന്ന നിലയിൽ അങ്ങ് കേന്ദ്രത്തെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സാമ്പത്തികമായി ഇത്രയും ഞെരുക്കവും ശ്വാസം മുട്ടലും നമുക്കുണ്ടാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ട്. എന്നാൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഈ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു. അപ്പോൾ ആ പൂച്ച ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അത് ഒരാഗ്രഹമാണ് യഥാർത്ഥത്തിൽ. പൂച്ചയെ പ്രസവിക്കണം. അതെ. യഥാർത്ഥത്തിൽ ഖജനാവിനെ ദുർബലപ്പെടുത്താനുള്ള പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് വന്നത്. അതിലാദ്യത്തത് നമുക്ക് ന്യായമായി ലഭിക്കേണ്ട വിഹിതം, നികുതി വിഹിതം, അത് ലഭിച്ചില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തിൻ്റെ 2.5% ജനങ്ങളുണ്ട്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് സഹായം നൽകണമല്ലോ. അതെ. പക്ഷേ സഹായം നൽകിയത്, നികുതി വിഹിതം നൽകിയത് 1.9 മാത്രമാണ്. അപ്പോൾ അവിടെ കുറവ് വന്നു. അതോടൊപ്പം തന്നെ ഏത് ഗവൺമെൻറ്റും വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കും. ആ കടം ചെലവഴിക്കുന്നത് നാടിൻ്റെ ഭാവി വികസനത്തിനാണ്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ കടമെടുക്കാനുള്ള പരിധി വല്ലാതെ കുറച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, അതിനിടയിലൊരു വിമർശനം വന്നത് അങ്ങ് ശ്രദ്ധിച്ചെന്നറിയില്ല. ഈ കടമെടുത്തത് കൂടിപ്പോയി, വരാനിരിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന തലമുറ തന്നെ ഇനി ഒരുപാട് കോടികളുടെ കടക്കാരാകും എന്നൊരു ആപൽശങ്ക കലർന്ന ചില സ്വരങ്ങളൊക്കെ ചില സ്ഥലത്ത് കേട്ടു. ഇന്ത്യയിൽ ഈ കടവും മറ്റും എടുക്കുന്നതിൻ്റെ ഒരു ആനുപാതികമായ അവസ്ഥ നോക്കിയാൽ നമ്മുടെ രാജ്യത്തുള്ള
ഒരു 10-20 സംസ്ഥാനങ്ങളുടെ ഉം. പുറകിലാണ് കേരളം. ഉം. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ മുന്നിട്ട് നിൽക്കുകയാണ് കടത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള വിഭവശേഷിയുണ്ട്. നമുക്ക് ഒരു തരത്തിലും ഒരാശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ കാണേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിക്കാൻ, നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനവും തനത് നികുതിയേതര വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അല്ലലില്ലാതെ പോകാൻ നമുക്ക് കഴിയുന്നത്. ഈ അങ്ങ് ഇപ്പം 10 വർഷം തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു. അപ്പോൾ ഈ അടുത്ത ഊഴത്തിന് വേണ്ടി അങ്ങ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ 10 കൊല്ലം കഴിയുമ്പോൾ ഒരു തൃപ്തനായ മുഖ്യമന്ത്രിയാണോ അങ്ങ്, അതോ കുറേ കാര്യങ്ങൾ ഇനി ബാക്കി കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്? അങ്ങയുടെ സ്വപ്നത്തിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അങ്ങ് ചിന്തിച്ചതുപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ? അല്ല, നടപ്പാക്കാൻ കഴിഞ്ഞതിൽ തൃപ്തിയും നടപ്പാക്കാൻ കഴിയാത്തവ നടപ്പാക്കണം എന്നൊരു ആഗ്രഹമാണല്ലോ സാധാരണ നിലക്കുണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാടിനുള്ള ഒരു അത്യന്തം വേദനാജനകമായ അവസ്ഥ, നാടിൻ്റെ കാര്യത്തിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിൽ യാത്ര വേഗതയിൽ വേണമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാവണം. CM ഒരു സ്പീഡിൻ്റെ ആളാണ്. സ്പീഡ് കേരളത്തിൽ ചില മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു വലുതായിട്ട് പറക്കുന്നു. സ്പീഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അനാവശ്യമായി കാലതാമസം വരുത്താൻ പാടില്ലല്ലോ. നേരത്തെ ഉള്ളതിൽ വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. ട്രെയിൻ യാത്രക്കൊക്കെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അത്തരമൊരു മാറ്റം ആവശ്യമാണ്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഇതൊക്കെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ തികച്ചും രാഷ്ട്രീയമായിട്ടാണ് കണ്ടത്. ഈ പദ്ധതി വേണ്ടെന്നല്ല, ഇപ്പോൾ വേണ്ടെന്നാണ്. ഞങ്ങൾ വന്ന് ഭരിക്കാം, LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത് വേണ്ട. അങ്ങനെ ഇപ്പോഴത് വേണ്ട എന്നൊരു നിലയെടുത്താൽ അത് അംഗീകരിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുമായിരുന്നു. ഇവിടെ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? 10 വർഷം തിരിഞ്ഞു നോക്കിയാൽ ഒരു തരത്തിലുള്ള വേദനയും തോന്നില്ലല്ലോ. കാരണം കേരളം എല്ലാ മേഖലയിലും വികാസം പ്രാപിച്ചു വന്നിരിക്കുകയാണ്, വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. ഓരോ മേഖലയും തിരിച്ച് പറഞ്ഞാൽ എന്തൊരു തകർച്ചയായിരുന്നു 2016. അവിടെ നിന്നല്ലേ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അത് അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു നവകേരളം എന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ പല മേഖലയും കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2016 ഒരു സ്ഥാപനവും, ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ദേശീയ തലത്തിൽ 100 സ്ഥാപനങ്ങൾ എടുത്താൽ ആ കൂട്ടത്തിലില്ല. ഇതായിരുന്നു നില. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ചർച്ച ചെയ്തു. അവർ നല്ല ഇനീഷ്യേറ്റീവ് എടുത്തു. 2021 തുടർഭരണം LDFന് സമ്മാനിച്ചപ്പോൾ ആ ഗവൺമെൻറ് ആദ്യമേ തന്നെ പറഞ്ഞത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ഹബ്ബാക്കി മാറ്റുമെന്നാണ്. വലിയ മാറ്റമല്ലേ വന്നില്ല. 6000 കോടിയിൽ പരം രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ അംഗീകാരം നേടി. യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു അങ്ങയുടെ 2ാം ഊഴത്തിൽ ചില സാഹചര്യത്തിലെങ്കിലും അങ്ങ് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കരുണാകരന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ ആക്രമിച്ച ഒരു പൊതുപ്രവർത്തനം അങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ അങ്ങനെ അക്രമങ്ങൾ മാത്രമല്ല അങ്ങാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേ ആക്രമിക്കുന്നത് നിർദ്ദയമായിട്ട് തന്നെ ആളുകൾ ആക്രമിച്ചിട്ടുണ്ട്. മീഡിയ ആക്രമിച്ചിട്ടുണ്ട്, അല്ലാതെ ആളുകളും ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളും ഈ ആക്രമിക്കുന്ന വേളകളിലൊക്കെ തന്നെ അങ്ങയുടെ ഭാഗം പറയാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നില്ല, സ്വന്തം പാർട്ടിയിൽ പോലും, എന്നൊരു തോന്നൽ അങ്ങേക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അത്തരമൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നലും എനിക്കുണ്ടായിട്ടില്ല. ഈ ആക്രമണം എനിക്കെതിരെ വരുന്നത് വ്യക്തിപരമായി എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ അത് പാർട്ടിയെ ലക്ഷ്യമിട്ടാണ്, മുന്നണിയെ ലക്ഷ്യമിട്ടാണ്. അല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചല്ലോ. പിണറായി വിജയൻ എന്ന വ്യക്തിയെ തകർക്കേണ്ടത് ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആവശ്യമാണെന്ന് കാണുമ്പോൾ അതിനൊരു വ്യക്തിപരമായ ലക്ഷ്യം ഉണ്ടാവും. പക്ഷേ അത് വ്യക്തിപരമായ ടാർഗറ്റ് അല്ല എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ അതിനെ എടുക്കാറുള്ളൂ. അല്ല, അങ്ങ് ഇതൊക്കെ വ്യക്തിപരമായി എടുക്കാറുണ്ടോ? ഇല്ല, അങ്ങയുടെ ഒരു നേച്ചർ ഇല്ല 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 എടുക്കാറില്ല. ഇല്ല 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 അല്ല, കാരണം അങ്ങനെ ഇതിനോടൊക്കെ തന്നെ ഒരു സൗന്ദര്യ അകലം പാലിക്കാൻ അങ്ങ് മനസ്സിനെ പഠിപ്പിച്ചതാണോ, അതോ രാഷ്ട്രീയ പരിചയം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണോ? അല്ല, നമുക്ക് ആലോചിച്ചാൽ ഇപ്പോൾ പാർട്ടിയുടെ വക്താവായിട്ട് നിൽക്കുമ്പോൾ അപ്പോഴാണല്ലോ ആക്രമണം വരുന്നത്. ഇല്ലെങ്കിൽ ആക്രമണം ഇല്ലല്ലോ, അതുവരെ ആക്രമണം ഇല്ലല്ലോ. അപ്പോൾ പാർട്ടിയുടെ വക്താവായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് ഞാൻ മാറി. അതാണ് പഴയ കാലം. പിന്നെ അത് ഗവൺമെൻറ് എന്ന നിലക്ക് വന്നപ്പോൾ LDF ഗവൺമെൻറ്റിനെ ആക്രമിക്കേണ്ട ഘട്ടം വരുമ്പോൾ അതിൻ്റെയും കേന്ദ്രബിന്ദുവായിട്ട് സാധാരണ നിലക്ക് മുഖ്യമന്ത്രി വരും. അത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതെ അതെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വ്യക്തിപരമായിട്ട് അങ്ങയുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ, അതായത് വളരെ നിശ്ചിതമായി ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങൾ വന്നാൽ മനസ്സ് നൊന്ത് മൂലയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ആളാണോ, അതോ അതൊന്നും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണോ അങ്ങ്? പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടെ പ്രായമൊക്കെ കൂടി വരുമ്പോൾ മനസ്സിന് എല്ലാ മാറ്റങ്ങളൊക്കെ സംഭവിക്കാമല്ലോ. എനിക്കങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടേ ഇല്ല. ഏത് കനത്ത ആക്രമണം വരുമ്പോഴും ഒരു ഉൾച്ചിരിയോടെ അതിനെ നേരിടാൻ കാണുക എന്നുള്ളതാണ് എനിക്ക് സാധിക്കും. ഈ അടുത്തിടെയായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിയതിന് ശേഷമാണോ എന്നറിയില്ല, ഒരു പ്രചാരണം ഇങ്ങനെ കാര്യമായിട്ട് ചില കോട്ടയിൽ നിന്ന് ഞാൻ കേട്ടു. അതായത് ഈ മൂന്നാം ഊഴം ഈ പാർട്ടിക്ക് നൽകരുത്. അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ അങ്ങനെ പ്രചാരണം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരം ആൾക്കാരെ മത്തുപിടിപ്പിക്കും, അഴിമതിയിൽ താല്പര്യം ഉണ്ടാക്കും, അതല്ലെങ്കിൽ വേറെ രീതിയിൽ പാർലമെൻ്ററി വ്യാമോഹം കൂടും. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഏറ്റവും കരുത്ത് നേടണമെങ്കിൽ ഇനി കുറച്ചു കാലം ഒന്ന് പ്രതിപക്ഷത്തിരിക്കണം എന്നൊരു തോന്നൽ പാർട്ടിക്കാർക്കിടയിലും, അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അവർക്കിടയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ഏത് കോർണറിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് അറിയില്ല, അങ്ങ് ശ്രദ്ധിച്ചൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നു. അങ്ങനെ ഒരു ഏതായാലും ഇപ്പോൾ ഒരു മൂന്നാം ഊഴം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അപകടം പാർട്ടിക്ക് വരും എന്ന് ഏതെങ്കിലും ഒരു അങ്ങയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഖാവ് കരുതുന്നുവെങ്കിൽ അയാളോട് അങ്ങ് എന്ത് മറുപടി പറയും? ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം പ്രചരണങ്ങൾ ഞങ്ങളുടെ എതിർ രാഷ്ട്രീയക്കാർ മാത്രമായിട്ട് സംഘടിപ്പിക്കുന്നതല്ല. അവർക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ ചില പ്രൊഫഷണൽ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ വൈദഗ്ധ്യം കാണിക്കും. അപ്പോൾ അതിന് അവർ കണ്ടെത്തിയ, ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള UDF ഏൽപ്പിച്ചിട്ടുള്ള ആ ഏജൻസി കണ്ടെത്തിയ മാർഗം അതിവിടെ മാത്രമല്ല, പലയിടത്തും അവർ പയറ്റിയതാണ്. കേരളത്തിന് പുറത്തും അവർ പയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്നൊരു കാര്യം, ഒന്ന് തെറ്റായ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. തെറ്റായതെന്ന് പറഞ്ഞാൽ നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിക്കുക. പണ്ട് ഗീബൽസിനെ കുറിച്ച് പറയാറില്ലേ, നുണ സത്യമാണെന്ന് തോന്നണം, അത് ആവർത്തിച്ച് പറയണം, കൂടുതൽ ശക്തമായി പറയണം. അപ്പോൾ അത് അംഗീകരിക്കുന്ന, അത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. ഇത് ഇവിടെ പയറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ SIR LDF ഗവൺമെൻറ് മുഖ്യമന്ത്രിയും കൊണ്ടുവന്നതാണ് എന്ന്
പറയാനൊരു മടിയില്ല, അത് പ്രചരിപ്പിക്കാനൊരു മടിയില്ല. ഇപ്പോൾ പാചകവാതകത്തിൻ്റെ പ്രശ്നം വരുന്നു, നമ്മുടെ പെട്രോളിൻ്റെയും മറ്റും വില കൂടുന്നു, എല്ലാ തരത്തിലുള്ള ഇന്ധനക്ഷാമവും വരുന്നു. അതും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറയാൻ ആൾക്കാർക്ക് ഒരു വിഷമവുമില്ല. ഇത് പരസ്യമായിട്ടല്ല പറയുക, മർമറിങ് ക്യാമ്പയിനാണ്, വലിയ തോതിൽ രഹസ്യമായിട്ട് പ്രചരിപ്പിക്കുക. ആ പ്രചരണത്തിൻ്റെ മറ്റൊരു സാമ്പിളാണ് ഈ കാണുന്നല്ലേ പാർട്ടിക്കകത്ത് തന്നെ ഇങ്ങനൊരു വികാരമുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു വശം, പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? അല്ല, ഇതിൻ്റെ തന്നെ വേറൊരു വശം നമ്മൾ കാണണം. അതായത് ഞങ്ങളെ സംസ്കാരം എന്താണെന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ LDF സർക്കാരുള്ളത് കൊണ്ടാണല്ലോ കേരളം രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത്. 2016 അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് അവകാശപ്പെടാൻ കഴിയുമായിരുന്നു. ഈ 10 വർഷക്കാലത്ത് കേരളമാണ് രാജ്യത്ത് തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. അതിനിടയാക്കിയത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFൻ്റെ സംസ്കാരം തന്നെയാണ്. LDF അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉന്നതങ്ങളിൽ അഴിമതി പൂർണ്ണമായിട്ട് ഒഴിവായിരിക്കുന്നു. ഇത് ഒരു വസ്തുതയാണല്ലോ, അത് LDFൻ്റെ സംസ്കാരമാണല്ലോ. മറ്റേതെങ്കിലും കൂട്ടർക്ക് ആ സംസ്കാരം അവകാശപ്പെടാൻ പറ്റുമോ? ഇതിൻ്റെ പ്രത്യേകത കേരളത്തിൽ കാണാൻ കഴിയുമല്ലോ. കേരളത്തിലൊരു പദ്ധതി ഏറ്റെടുക്കുന്നു, ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക പൂർണ്ണമായിട്ട് അതിന് ചെലവഴിക്കുകയല്ലേ. അതെ, നമ്മൾ അറിയാലോ മറ്റു പല കാര്യങ്ങളും. വിഹിതം നിശ്ചയിച്ചു പോകുന്നവരില്ലേ, ആദ്യമേ തന്നെ വിഹിതം കൊടുത്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സ്ഥലങ്ങളില്ലേ. ഇതൊക്കെ കേരളത്തിൽ എത്തുമ്പോൾ അവരെല്ലാം അത്ഭുതപ്പെടുകയല്ലേ, ഇങ്ങനെയൊരു നാടുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ LDFൻ്റെ ഞങ്ങളുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭരണം അഴിമതി വളർത്തി എന്ന നില ഞങ്ങൾക്ക് ബാധകമാകുന്ന കാര്യമല്ല. കാരണം ഇതാണ് അനുഭവം. ഭരണം ഇതിനകത്ത് ശരിക്കും കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചൊന്നും അങ്ങനെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. അങ്ങനെ ഈ കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം പണത്തോട് താല്പര്യം മനുഷ്യന് വരാം. അങ്ങനെയൊക്കെയുള്ള ചെളിക്കുണ്ടിലേക്ക് ഇവർ വീഴാതിരിക്കാൻ അങ്ങ് ഈ മന്ത്രിസഭ നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ അങ്ങെടുത്ത മുൻകരുതൽ എന്താണ്? ഇതിനകത്ത് ഒരുപക്ഷെ വരും കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങയുടെ നിലപാട്. ഇത് വ്യക്തിപരമായുടെ മുൻകൈയുടെ പ്രശ്നമല്ല, ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് തന്നെ ആ നിലയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരാൾ വടിയെടുത്ത് ആരെങ്കിലും പിന്നാലെ നടന്ന് അവരെ നേരെ നടത്തിക്കുന്ന രീതിയല്ല LDFനകത്ത്. അതല്ല, അത് പൊതുവേ എല്ലാവരും ഒരേ സംസ്കാരത്തിലാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അഴിമതി ഇല്ലാതായത്. ഇപ്പോൾ കേരള നിയമസഭയുടെ അവസാന സമ്മേളനം, സാധാരണ നിയമസഭയുടെ അവസാനമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷം താല്പര്യം എടുക്കുമല്ലോ. വാരിയിട്ട് കത്തിക്കുക നമ്മുടെ കമ്പ സ്ഥലത്ത് കിടക്കുന്നത്. അതെ, ഒരാരോപണം ഉന്നയിച്ചില്ലാലും, ഒരാരോപണം ഉന്നയിക്കാൻ തയ്യാറായില്ലാലും. ഇതാണ് നമ്മുടെ കേരളവും LDFും. ഈ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരു ഇമേജ് അങ്ങേക്ക് പുറത്തുള്ളത്, അങ്ങ് വളരെ കർക്കശക്കാരനാണ്. അങ്ങേ അറിയുന്നവർക്കൊക്കെ ഒന്നും അങ്ങനെ അല്ലെന്ന് അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള അങ്ങയുടെ നിലപാടുകളിൽ നിന്നൊരു വ്യതിയാനമായിരുന്നു ഈ മുണ്ടക്കൈ ചൂരൽമല മമ്മൂട്ടി സന്ദർശിച്ചതിന് ശേഷം കുറച്ച് സഹാക്കൾ ഈ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ വളരെ ആക്രമിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങ് അദ്ദേഹത്തോട് ക്ഷമ പറയാനുള്ള വലിയൊരു മഹാമനസ്കത കാണിച്ചു. ഒരു പിഴവ് പറ്റിയെന്ന് അങ്ങേക്ക് മനസ്സിലായപ്പോൾ അങ്ങത് തുറന്നു പറയുകയും മമ്മൂട്ടിയോട് ക്ഷമ പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അങ്ങേയും അത് വേദനിപ്പിച്ചെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാനതിൽ കണ്ടത് എൻ്റെ വേദന എന്നുള്ളതല്ല, അത്തരം ഒരു ആക്ഷേപം മമ്മൂട്ടി എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കണ്ടത്. കാരണം വളരെ സൗദ്ദേശത്തോടെ അദ്ദേഹം പോകുന്നതാണല്ലോ, ഒരു ദുരുദ്ദേശമില്ല. വളരെ ബുദ്ധിമുട്ടി രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു, അന്നക്കാലത്ത് എഴുന്നേറ്റ് ഫ്ലൈറ്റ് വന്നിറങ്ങി, എന്നിട്ട് അങ്ങോട്ട് പോവുകയല്ലേ. ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും അതിലില്ല.
അത് മനസ്സിലാക്കാതെ കടന്നാക്രമിക്കുന്ന രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ആ തോന്നലിൽ നിന്നാണ് എൻ്റെ വർത്തമാനങ്ങളുണ്ടായത്. മമ്മൂട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അങ്ങ് ഇത് ഇങ്ങനെ ഒരു സന്ദേശം അങ്ങ് പറഞ്ഞതിന് ശേഷം? അതിനുശേഷം അതിനു മുൻപ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ വികാരഭരിതനായി. അത് അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഓക്കെ. ഈ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ചും പ്രചരിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ ചെവിയിലെത്തിയോന്ന് അറിയില്ല. അതായത് ഈ NDA അല്ലെങ്കിൽ BJPയുടെ ഒരു ആഗ്രഹം പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ, 2031 ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ളൊരു പടവായിട്ട് ഈ മുഖ്യമന്ത്രി കസേരയെ കാണുന്നു എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതും ആരാണ് ഇതിൻ്റെ ഉത്പാദാക്കളെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 26 നടക്കുന്ന ഇലക്ഷനിൽ തങ്ങൾക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഊഴം കൂടി പിണറായി വിജയൻ. 26ന്റെ കാര്യം പറയുമ്പോൾ 21 ആലോചിച്ച് നോക്കാം നമുക്ക്. 21 ഞങ്ങളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഏറെക്കുറെ സമാന മനസ്കരായിട്ടാണല്ലോ LDFിനെതിരെ നീങ്ങിയിരുന്നത്. വൻപിച്ച കോലാഹലം. രാവിലെ ഒരാൾ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരാൾ പറയുന്നു. അതായത് രാവിലെ UDF നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം BJP നേതാവ്, രാവിലെ BJP നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം UDF നേതാവ്. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ അവസ്ഥ. മാത്രമല്ല, അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് വിശ്വാസ്യത പകരാൻ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് വട്ടമിട്ട് പറഞ്ഞല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നു? UDFിന് വേണ്ടിയായിരുന്നല്ലോ. കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് ഓർമ്മയില്ലേ എന്തെല്ലാം നടന്നു? മാത്രമല്ല, പിന്നെ ഏതെല്ലാം തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് നുണയായിട്ട് പ്രചരിപ്പിച്ചത്. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, പുറത്ത് നമ്മളൊരു മാധ്യമപ്രവർത്തനങ്ങൾ കേട്ട ഒരു കാര്യമോ, അങ്ങയുടെ ഓഫീസിലേക്ക് കടന്നു വരാൻ ED ശ്രമം നടത്തി എന്നൊരു വാർത്ത പരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്രമം ED നടത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ? എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല. അറിയാതെ എങ്ങനെ ശ്രമിച്ചെങ്കിലും ഉള്ളൂ അല്ലേ? അപ്പോ അന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്തെല്ലാമാണ് വൃത്തികെട്ട ആരോപണങ്ങളല്ലേ. ബിരിയാണി ചെമ്പ്, ബിരിയാണിക്കകത്ത് സ്വർണം, അങ്ങനെയൊക്കെയല്ലേ ആക്ഷേപങ്ങളുണ്ടായത്. അതിനൊക്കെ വിശ്വാസ്യത പകരുന്ന നിലപാടല്ലേ എടുത്തത്. അപ്പോൾ LDFിനെ എത്രമാത്രം വലിയ ശത്രുവായി BJP കണ്ടു എന്നുള്ളതിന് തെളിവല്ലേ അതല്ലേ കാണേണ്ടത്. ഇപ്പോൾ ത്രിപുരയിൽ അവിടെ BJP വിജയം വന്നപ്പോൾ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പ്രത്യയശാസ്ത്ര വിജയമാണ്, ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന്. ഇപ്പോൾ അവർ CPIM രാജ്യത്താകെ വലിയ പാർട്ടിയല്ലെങ്കിലും CPIMനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നൊരു നിലയാണ് BJPക്ക് സാധാരണ. അല്ല, അവരുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ. അപ്പോൾ അതിനിടയിൽ CPM വേണമെങ്കിൽ ഒരു ഊഴം കൂടെ നിന്നോട്ട് എന്നുള്ളതാണെങ്കിലോ? ഇവിടെ RSS എന്ന് ആണല്ലോ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന RSS അവർ 3 കൂട്ടരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഒന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി, വേറൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് അവർ കണ്ടിട്ടുള്ള ശത്രുക്കൾ. അപ്പോൾ അവരുടെ രീതിശാസ്ത്രമനുസരിച്ച് ഇവരോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസും BJPയും എന്ന് പറയുന്നത് എന്താണ് അവർ തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ നയങ്ങളെ കാര്യം നോക്കിക്കോളൂ. രണ്ടുപേരും ഒരേപോലെ കാണുന്നില്ല. അല്ല, നയങ്ങൾ നോക്കിക്കോ നിങ്ങൾ. ആഗോളവൽക്കരണ നയം എന്താ വ്യത്യാസം? ഒരേ നയമല്ലേ. സാമ്പത്തിക നയം ഒരേ നയമല്ലേ. സാമ്രാജ്യത്വമുള്ള സമീപനം ഒരേ നയമല്ലേ. അത് ഞങ്ങളതല്ലല്ലോ. ഞങ്ങൾ വ്യത്യസ്ത നയമാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം വ്യത്യസ്ത നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഞങ്ങളോട് ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ് BJPക്ക് എതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് BJPക്ക് എതിരാണെങ്കിൽ BJPയെ തകർക്കാനാണല്ലോ എല്ലാ വഴികളും നോക്കേണ്ടത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് ആരെ സഹായിക്കാനാണ്? യഥാർത്ഥത്തിൽ അത് BJPയുടെ B ടീമായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ നടത്തിയത്. അവിടെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ
ബി ജെ പി ഗവൺമെൻറ് വലിയ തോതിൽ ഏജൻസികളെ ഉപയോഗിക്കുന്നു. ഡൽഹിയിലുള്ള ഒരു മന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞ എന്താണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ബി ജെ പിക്ക് മാത്രമല്ലല്ലോ മുഖത്തടിയേറ്റത്, കോൺഗ്രസിനുമല്ലേ. അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വീകരിച്ച നിലപാട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതല്ലേ കോൺഗ്രസിൻ്റെ നിലപാട്. പിന്നെ ഒരു കാര്യം ഹരിയാനയിൽ എല്ലാവരും കണക്കാക്കിയതല്ലേ ബി ജെ പി പരാജയപ്പെടുമെന്ന്. ആരെങ്കിലും ബി ജെ പി ജയിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ജയിക്കാനായത്? കൂടെ നിർത്തേണ്ടവരെ നിർത്തിയോ കോൺഗ്രസ്? അവിടെയും ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന സഹായകരമായ നിലപാടല്ലേ എടുത്തത്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പം ശരിക്കും അങ്ങയുടെ ഈ രണ്ടാം ഊഴത്തിനിടയിൽ ഒരു സമയത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷം അവർക്ക് അങ്ങയുടെ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾ ഈ ബി ജെ പി ഭരണകാലത്തിൽ ലംഘിക്കപ്പെട്ടാൽ ഒരു കാവലാൾ പോലെ പിണറായി വിജയൻ എന്ന പൊതുപ്രവർത്തകൻ ഉണ്ടാകുമെന്നൊരു ധാരണ വരികയും എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ചില ആളുകൾ അവരുടെ നാവുവിഴ കൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ അങ്ങ് വെള്ളാപ്പള്ളി കൊടുക്കുന്നൊരു സൗഹൃദവും ചങ്ങാത്തവും അവരിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇട വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് രാജ്യത്തെ സാഹചര്യമാണ് പൊതുവിൽ അത്തരമൊരു ആശങ്കക്കിടയാക്കുന്നത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വല്ലാത്ത ആശങ്ക ഉയർത്തിയല്ലോ. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഞങ്ങളാണല്ലോ പരസ്യമായി നിലപാടെടുക്കുന്നത്. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് കേരളമാണല്ലോ ആദ്യത്തെ നിലപാടെടുക്കുന്നത്. ആ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് തന്നെ പറയാൻ തയ്യാറായല്ലോ. അപ്പോൾ പലരും ചോദിച്ചു അതെങ്ങനെയാണ് ഒരു നിയമം രാജ്യത്താകെ നടപ്പാക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറയുക എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഞങ്ങളത് ആവർത്തിച്ചല്ലോ. മാത്രമല്ല അതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയല്ലോ, നിയമപോരാട്ടത്തിനും പോയല്ലോ. അതൊക്കെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായി കാണുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ തുടർച്ചയായി SIR വന്നപ്പോൾ ആ SIRൻ്റെ ഭാഗമായി ദുരുദ്ദേശപരമായി നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിയല്ലോ. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കക്ക് വഴിയുണ്ടോ? നമ്മൾ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നില്ലേ? നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് കാണിക്കാനുള്ള കാർഡാണല്ലോ. വലിയ അംഗീകാരമല്ലേ, ഒരു ഔദ്യോഗിക രേഖയല്ലേ. നിങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് ദേശീയ തലത്തിലാകെ അരക്ഷിത ബോധമുള്ളപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഈ കാർഡും കയ്യിൽ വെച്ച് നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കാമല്ലോ. ഏത് ഏജൻസി വന്നാലും അവരുടെ മുന്നിൽ ഈ കാർഡ് കാണിക്കാമല്ലോ. ഞാൻ കേരളത്തിൻ്റെ പൗരനാണ്, കേരളത്തിൻ്റെ സന്തതിയാണ്. അതിന് അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുണ്ട് നേറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ. അതാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലയുണ്ടോ കേരളത്തിലല്ലാതെ? അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം പ്രധാനമാണ്. ആ നിലപാട് ഞങ്ങൾ എപ്പോഴും തുറന്നു പോവുക തന്നെയാണ്. ഇതിനിടയിൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ജി സുധാകരൻ UDFൻ്റെ പിന്തുണയോടെ മത്സരിക്കാൻ പോകുന്നുള്ള കാര്യം. അങ്ങ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഏഷ്യാൻ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് അങ്ങ് 3 തവണ ഫോൺ വിളിച്ചു, എന്നിട്ട് അദ്ദേഹം എടുത്തില്ല എന്ന്. ഇപ്പം അങ്ങേപ്പോലെ ഒരാൾ, ഇത്രയും പാർട്ടിയിൽ സീനിയറായ ഒരാൾ, ഇത്ര കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഫോൺ വിളിക്കുന്നു. അങ്ങയുടെ നമ്പർ തീർച്ചയായിട്ടും ജി സുധാകരൻ അറിയുമായിരിക്കുമല്ലോ. അങ്ങനെ വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ പറ്റാത്തത്രയും അകലത്തിൽ ജി സുധാകരൻ പോയോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ കാര്യത്തിൽ താമസിച്ചു പോയോ? അല്ല, സാധാരണ നിലക്ക് സുധാകരന് വേറൊരു നിലപാട് വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല. സുധാകരൻ്റെ അതെന്താ അങ്ങനെ വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൽ രൂഢമൂലമാണ്. ഏതാ അവഗണന? അവഗണന എവിടെയാ? അത് ആ വശം നമുക്കെടുത്ത് നോക്കാം. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ടൊരു നേതാവായിരുന്നു. നേതാവായി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ചുമതല മാത്രമല്ല, സംസ്ഥാന ഭരണത്തിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചുമതലയും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പൊതുവെ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് വയസ്സ് 75 ആയാൽ പിന്നെ മറ്റ് മത്സരിപ്പിക്കണ്ട,
മത്സരിപ്പിക്കലല്ല, ചുമതലകളിൽ നിന്നൊഴിയുക. ആ. നമ്മുടെ സാധാരണ നിലക്ക് പാർട്ടി കമ്മിറ്റികൾ, ഉയർന്ന പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ കമ്മിറ്റികളിലൊക്കെ ഉള്ളവർ അതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല ശേഷിയുള്ളവർ തന്നെ, അവർ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. അത് ബാധകമാക്കിയപ്പോൾ സുധാകരൻ വിചാരിച്ചത് അദ്ദേഹത്തെ എന്തോ ഒരു പ്രത്യേകമായിട്ട് നിലപാടെടുക്കുന്നതാണ്. അവിടുന്നാണ് അവിടെ അതേ ഒരു ചോദ്യം ചോദിച്ചു, ഇത് പിണറായി വിജയന് ബാധകമല്ലേ എന്ന്. പിണറായി വിജയനും ബാധകമാണ്, പിണറായി വിജയനും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു പ്രത്യേക നിലപാടെടുത്തു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പ്രത്യേക ഇളവ് അനുവദിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പിണറായി വിജയനും ബാധകമല്ലേ, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാലോ നേരത്തെ ചില ഇളവുകൾ അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമായൊരു കാര്യം തനിക്ക് ബാധകമാക്കിയപ്പോൾ അതിനോടൊരു അതൃപ്തി അദ്ദേഹത്തിന് വന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ അവഗണന, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത്, അദ്ദേഹം ആലപ്പുഴയിലാണ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചു. അതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ഏർപ്പെടുത്തി. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അത് എവിടെയാണ് അവഗണനയുടെ പ്രശ്നം? അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരും അദ്ദേഹത്തോട് സംസാരിച്ചില്ല. പിന്നെ മാത്രമല്ല, പ്രാദേശിക ഘടകങ്ങളൊന്നും അദ്ദേഹമായിട്ട് അത്ര ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശിക ഘടകങ്ങളല്ലേ അദ്ദേഹത്തിന് പരിപാടികളൊക്കെ കൊടുക്കുന്നത്. എല്ലാ പരിപാടിയിലും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. ആലപ്പുഴയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാന പരിപാടി അദ്ദേഹത്തെ ഒഴിവാക്കിയോ? എല്ലാ പരിപാടികളിലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. ഈ ആലപ്പുഴയിൽ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരു ഘടകമാകും എന്ന ഭയം അങ്ങേക്കുണ്ടോ? ഒരു ഭയവും ഇല്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? അതായത് ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകതയുണ്ട്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും കരുത്തുറ്റൊരു ജില്ലയാണ്. അവിടുത്തെ ജനങ്ങൾ പൊതുവേ തന്നെ വലിയ തോതിൽ മറ്റ് വ്യതിയാനങ്ങൾക്കിരയാകാതെ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ, പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഒരു വ്യതിയാനത്തിനും ഇരയാകാതെ നിന്ന പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. ജനങ്ങളും അതെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വല്ലാതെ ഉയർന്നു വരുന്നൊരു ജനങ്ങളാണ്. അതാ പുന്നപ്ര വയലാറിൻ്റെ ഒരു വിപ്ലവ കരുത്ത്, അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്നൊരു ജനങ്ങളാണ് ഇപ്പോഴും അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാശങ്കയില്ല, ഒരു പോറലും ഇതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് സംഭവിക്കുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഈ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണനെ പോലെയോ അതല്ലെങ്കിൽ പി കെ ശ്യാമയുടെ വിവാദം വന്നപ്പോഴോ അതല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ്റെ പ്രശ്നം, ഇതിലൊക്കെ വരുമ്പം ഈ കണ്ണൂർ കോട്ടകൾ ഇളകുന്നു എന്ന രീതിയിലുള്ള, ഈ പാർട്ടിയുടെ ഇത്രയും കാലത്തെ കോട്ടകൾ കിളക്കം തട്ടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം ചില ഏരിയകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടകൾ കിളക്കം തട്ടുന്നുണ്ടോ? നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നാണല്ലോ ഈ സംസാരിക്കുന്നത്. കണ്ണൂർ നമുക്കറിയാലോ, ഇതുപോലെ തന്നെ നല്ല കരുത്തുള്ളൊരു ജില്ലയാണല്ലോ കണ്ണൂർ. സ്വാഭാവികമായിട്ട് എതിരാളികൾ നല്ലതുപോലെ ലക്ഷ്യം വെക്കുന്നതാണ് കണ്ണൂരിനെ. നല്ല മാതൃകാപരമായി തന്നെ സഖാക്കളും പാർട്ടിയും കരുത്തോടെ അതിനെ നേരിട്ട് വന്ന ചരിത്രമാണ് കണ്ണൂരുള്ളത്. ഒന്നിനും ഒലക്കാൻ കഴിയാത്ത ഒരു പാർട്ടി കരുത്ത് അതിവിടെ നിലനിന്നിരുന്നു. പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ചില ദൗർബല്യങ്ങൾ വരുന്നു എന്നാണ് കാണേണ്ടത്. അത് ഒറ്റപ്പെട്ടതാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ഒരാൾ ചിന്തിക്കുന്നു അയാൾക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന്, അയാൾ തന്നെ പറയുകയാണ്, ഈ ആലോചന നടക്കുമ്പോൾ ഒരാളും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. എനിക്കിത്ര കാലത്തെ സർവീസുണ്ട്, ആരും എൻ്റെ പേര് പറഞ്ഞില്ല, എന്താണ് എനിക്ക് അയോഗ്യത? അല്ല, അതൊരു ഒതുക്കലിൻ്റെ ഭാഗമായിരുന്നു. അല്ല, അങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ പാർട്ടിയിലില്ല. സ്വതന്ത്രമായി കാര്യങ്ങൾ പറയല്ലേ. ഒരു തളിപ്പറമ്പ് പോലൊരു സ്ഥലത്ത്
ഒരു മഹിളാ സ്ഥാനാർത്ഥി വേണം എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ഏറ്റവും അംഗീകാരമുള്ള ഒരു വനിതയെ സ്ഥാനാർത്ഥിയെ അവർ പ്രപ്പോസ് ചെയ്യുന്നു. അതാണല്ലോ ഉണ്ടായത്. അപ്പോൾ മറ്റാളുകളെ സാധാരണ നിലക്ക് പരിഗണിക്കില്ലല്ലോ. അതിനോട് യോജിച്ച് നിൽക്കാതെ തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് ആലോചനക്ക് പോയി, എന്നിട്ട് അവരുടെ പിന്തുണയോടെ മത്സരിക്കുകയാണല്ലോ ഇപ്പോൾ. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. പാർട്ടി ശത്രുക്കളുടെ കൂടെ പോയി കയ്യിലെ കോടാലിയായിട്ട് മാറിയിരിക്കുകയല്ലേ. പാർട്ടിയെ ആക്രമിക്കാനുള്ള ഒരായുധമായി സ്വയം മാറിക്കൊടുക്കില്ലേ ഇതല്ലേ വന്നിട്ടുള്ളത്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വിട്ടുപോയി. ഈ സുധാകരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം കണ്ട വാർത്താലേഖകരോട് ഒരു കാര്യം പറഞ്ഞു, അങ്ങ് വിളിച്ചിട്ടില്ലെന്ന്. അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യവും കൂടി ചെയ്തിരുന്നു, മറ്റു വഴി നോക്കിയിരുന്നു. അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും സഖാക്കളും സുധാകരനെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അങ്ങ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ആര് പറഞ്ഞിട്ട് പോട്ടെ, അവർ പോയി. അവർ പോയപ്പോൾ നാസറാണ് ജില്ലാ സെക്രട്ടറി. നാസർ പറഞ്ഞു, അല്ല മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല എന്ന്. അല്ല, വിളിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. നിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചു തരാം ഇപ്പോൾ എന്ന്. വേണ്ട വേണ്ട, ഇപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ വിളിക്കാം, വേണ്ട ഞാൻ വിളിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ, ഇപ്പോൾ വിളിക്കണ്ട. അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു അവസ്ഥയാണോ അത്? അതാണല്ലോ അത് കാണിക്കും. അതോ അതങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണോ? അപ്പോഴേക്ക് മറ്റ് ധാരണകളായി കഴിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതെ, അതായിരിക്കും സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ നിൽക്കാത്തത്. അതാണെന്ന് കാണുന്നു. ഈ അങ്ങ് ഒരു മൂന്നാം ഊഴത്തിലേക്ക് അങ്ങയെയും അങ്ങയുടെ സംഘത്തെയും നയിക്കണം എന്ന് നമ്മുടെ സമുദായകരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഈ അവസരത്തിൽ ഈ ഒരു മൂന്നാം ഊഴം വേണം എന്ന് പറയാൻ അങ്ങ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ പറയും? എന്നുവെച്ചാൽ അങ്ങ് നടപ്പിലാക്കാൻ പോയ ചില പദ്ധതികളോ അല്ലെങ്കിൽ അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളോ കേരളത്തിലുണ്ട് എന്ന് മനസ്സിൽ വെച്ചിട്ടാണോ ഇത് പറയുന്നത്? അല്ല, കേരളം പൊതുവിലാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ പൊതുവിൽ കാണുമ്പോൾ കേരളത്തിൻ്റെ നല്ല വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് LDF കാര്യങ്ങൾ നീക്കിയത്. അതിലൊന്നാം ഊഴം പിന്നിട്ടപ്പോൾ കേരള ചരിത്രത്തിൽ തുടർഭരണം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ച് തുടർഭരണം നടക്കട്ടെ, അങ്ങനെയാണ് തുടർഭരണം വന്നത്. ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി സംഭവിച്ചത് എന്താ? ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ രാജ്യങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ രാജ്യമാണെങ്കിൽ ദരിദ്രർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. അത്തരമൊരു രാജ്യത്തിനകത്ത് കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു. ആ അതിദാരിദ്ര്യമുക്തമായത് ഈ രണ്ടാം ഊഴത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അത്തരമൊരു പദവി നമുക്ക് ഉണ്ടാക്കാനാകില്ല. അന്ന് നമ്മൾ കണ്ടു 64,006 കുടുംബങ്ങളാണ്. ഓരോ കുടുംബത്തെയും പ്രത്യേകമായി എടുത്ത് അവരുടെ ക്ലേശഘടകം ഒഴിവാക്കിയാണ് അതിദാരിദ്ര്യമുക്തമാകുന്നത്. 64,006ാമത്തെ കുടുംബവും അതിദാരിദ്ര്യമുക്തമായതിനു ശേഷമാണ് ആ പ്രഖ്യാപനം കഴിഞ്ഞ നവംബർ 1 നടത്തുന്നത്. ഇത് ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി വന്നൊരു കാര്യമാണ്. നമ്മുടെ കേരളം നേരത്തെ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് ആരും കണക്കാക്കിയിരുന്നില്ല. അതൊന്നും കേരളത്തിന് പറഞ്ഞതല്ല, വ്യവസായമൊന്നും കേരളത്തിന് പറഞ്ഞതല്ല എന്നുള്ളൊരു മട്ടായിരുന്നു. പല ഗവൺമെൻറ്റുകളും വ്യവസായം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളൊരു ആലോചന നടത്തിയത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കിക്കൂടെ. അന്ന് നോക്കണം, 28ാമത്തെ സ്ഥാനത്താണ് കേരളം. ഒരു ഗവൺമെൻറ്റും ആലോചിക്കാൻ സാധാരണഗതിയിൽ തയ്യാറാകുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെ ഒരു ആലോചന കടന്നു. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, ഓരോ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായ നടപടികൾ സ്വീകരിച്ചു. 7 നിയമം ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഇവിടെ വരുന്ന നിക്ഷേപകർക്ക് സഹായകരമായിട്ടുള്ള ഒട്ടേറെ തീരുമാനങ്ങളെടുത്തു.
തീരുമാനങ്ങൾ വേഗത്തിലാക്കാനുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നു. 3 വർഷം നിങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യവസായം തുടങ്ങാം. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്രമത്തിലാണ് നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ലൈസൻസ് മറ്റ് അനുമതികൾ ആ 3 വർഷം കൊണ്ട് സമ്പാദിച്ചാൽ മതി. ഇതെല്ലാം നിയമപ്രകാരം ഉറപ്പുവരുത്തി. അപ്പോഴേക്ക് 2021 ബാക്കി നിൽക്കുകയാണ് ഇനിയും. 2021 തുടർഭരണം സമ്മാനിച്ചപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങാൻ പറ്റി. അവിടുന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായി നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ. അത് പിറ്റത്തെ വർഷവും തുറന്നു. 2 വർഷം തുടർച്ചയായിട്ടത് നിലനിർത്തുക. ഇതിൻ്റെ ഭാഗമായി കേട്ടാ ഞെട്ടുന്ന തുകകളല്ലേ നമുക്ക് നിക്ഷേപ വാഗ്ദാനമായിട്ട് വന്നത്. 2 ലക്ഷം കോടിയോളം രൂപയാണ് നമ്മുടെ കൊച്ചിയിലെ ആഗോള സംഗമത്തിലുണ്ടായത്, നിക്ഷേപ സംഗമത്തിൽ. ദാവോസിലെ യോഗത്തിൽ 1,80,000 കോടിയുടെ വന്നു. ഇതൊക്കെ വലിയ മാറ്റമാണ്. വലിയ മാറ്റം. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിച്ചാൽ ഈ പലപ്പോഴും ഈ അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. 3 നിങ്ങൾ ചോദിച്ചത്. അതിൻ്റെ മൂന്ന് പറയാം. 2016 നമ്മൾ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, നിങ്ങളും എല്ലാം സഞ്ചരിക്കുമ്പോൾ ചിലയിടത്ത് എത്തിയാൽ നമ്മൾ അറിയാതെ മൂക്കിങ്ങനെ അമർത്തി പിടിക്കും. കാരണം ദുർഗന്ധം. വഴിയിൽ നോക്കിയാൽ വല്ലാത്ത മാലിന്യ കൂമ്പാരം. ആകെ നമ്മൾ വലിയ സംസ്കാര സമ്പന്നരാണ്, 2 നേരം കുളിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ഒരു ശീലം അന്ന് ഉണ്ടായിരുന്നത് ഈ വീട്ടിലെ മാലിന്യം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ആരെങ്കിലും പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു രീതിയായിരുന്നു. നമ്മളത് അഡ്രസ്സ് ചെയ്തല്ലോ. മാറ്റം ഫലപ്രദമായിട്ട് കാണാനുണ്ടല്ലോ. ഇന്ന് കേരളം വളരെ വലിയ തോതിൽ മാലിന്യമുക്തമായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇതിനെല്ലാം തുറച്ച വേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ LDF മാത്രമേ കഴിയൂ എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ LDF തന്നെ ആവട്ടെ എന്ന് ചിന്തിക്കുന്നത്. അതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ ജീവിതത്തിനിടെ എനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങേ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ മാത്രമല്ല അങ്ങേ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം, ആഹ്ലാദം വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുന്ന കാര്യമുണ്ട് ഒരുപാട് അങ്ങ് സന്തോഷിക്കില്ല. അതുപോലെ വിഷമം വരുമ്പോഴും അങ്ങ് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് അടക്കുന്നു. 2 ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ അങ്ങ് ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താ ഇന്നും ആലോചിക്കുമ്പോൾ? സന്തോഷം തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നേരത്തെ ഈ 2016 മുഖ്യമന്ത്രിയായി സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ വന്ന് നിവേദനം തരും ആളുകൾ. അതിൽ ധാരാളം നിവേദനം വീട് വേണമെന്നായിരുന്നു. ഒരുപാട് നമ്മുടെ സെക്രട്ടറിയുടെ മുമ്പ് തന്നെ എഴുതി കൊടുക്കുന്നവരുണ്ട്. അത് പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരെഴുതി കൊടുക്കുന്നത്. പക്ഷേ ഒരുപാട് പാവപ്പെട്ടവർ, അവർക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ അറിയില്ല, അതുകൊണ്ട് എഴുതിച്ച് കൊണ്ടുവരുന്നതാണ്. അവരെ ആവശ്യം വീടാണ്. ഇത് ധാരാളം ഇങ്ങനെ വന്നപ്പോൾ അന്ന് എൻ്റെ കൂടെയുള്ള ഒരു പ്രധാനിയായ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. ഇതെന്താണ്, ഒരുപാട് ആണല്ലോ ഇങ്ങനെ വരുന്നത്, ഇതെങ്ങനെ നമുക്കൊരു പൊതു പ്രശ്നമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആ ആലോചനയിൽ നിന്നാണ് ലൈഫ് എന്ന ആശയം വരുന്നത്. അതായത് ഭവന നിർമ്മാണ പദ്ധതികൾ പലതുണ്ട്, എല്ലാം കൂടി ക്രോഡീകരിച്ച് ഏകീകരിച്ച് ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാം. സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുക. അങ്ങനെയാണ് ആ പദ്ധതിക്ക് ലൈഫ് മിഷൻ. ആ 5 ലക്ഷം ഇപ്പോൾ പൂർത്തിയാക്കി. അല്ല, ഇപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ നേട്ടം തന്നെയാണ്. ഇനി ഒരു 4 ലക്ഷം ആളുകൾക്ക് വീടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനിയും വീടില്ലാത്തവരെണ്ണം 5 ലക്ഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വീട്ടിൽ 4 ആളായാൽ 20 ലക്ഷം ആളായി. ഇനിയും അതിൻ്റെ ഭാഗമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെ കണ്ണിലുണ്ടായ ആ സന്തോഷമില്ലേ, അത് വളരെ പ്രത്യേകതയുള്ളതല്ലേ, പാവപ്പെട്ടവരുടെ ആ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്തോഷത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത്, ഏറ്റവും അതിമറന്ന് ആഹ്ലാദിക്കേണ്ടത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ SDPI പോലുള്ള വർഗീയ സംഘടനകളോട് വളരെ സ്ട്രോങ് നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്, LDF സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ SDPI പോലൊരു ഒരു ഇങ്ങനെയുള്ള വർഗീയ സംഘടനകളുമായിട്ട് ചങ്ങാത്തത്തിൽ പോകാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ തന്നെ ഒരു നിലപാട് തന്നെയാണോ? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇക്വേഷൻസൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് എല്ലാ കാലത്തും വ്യക്തമാണ്. ആ നിലപാട് ഞങ്ങൾ 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കാറില്ല, ഒരു വർഗീയതയും ചാരി നിൽക്കാറുമില്ല, ഒരു വർഗീയതയുമായി കൂട്ടുകൂടാനും തയ്യാറാകാറില്ല. ഇതാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാട്. ആ
ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുറന്നു പോകുന്നത്. ഒരു മാറ്റവും ആ കാര്യത്തിലില്ല. ഈ പലപ്പോഴും ഇപ്പോൾ കേട്ട ചില പ്രചാരണങ്ങൾ, ഈ അങ്ങ് നരേന്ദ്രമോദിയുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലാണ്, കേന്ദ്രത്തോട് ഇതിനെ വിധേയപ്പെടുന്ന സമീപനം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സംസ്ഥാനം, കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. അങ്ങ് ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി കേന്ദ്രത്തെ വിമർശിച്ചത് ഈ അടുത്ത കാലത്ത് അങ്ങ് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് എന്ന് വരെ പറയുന്നുണ്ടായിരുന്നു. അങ്ങ് പലപ്പോഴും ജീവിതത്തിൽ കള്ളം പറയാൻ ശ്രമിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കേന്ദ്ര സർക്കാരിനോട് എന്ന് വെച്ചാൽ അവർ കേന്ദ്ര ഏജൻസികളൊക്കെ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് അങ്ങേ ചുറ്റി നടക്കാൻ സാഹചര്യം കൂടുതലായതുകൊണ്ട് അവരോട് കുറച്ച് വിധേയപ്പെടുന്ന നിലപാട് അങ്ങ് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? അതും ഈ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ഏജൻസികൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അവർ വ്യക്തിപരമായി എന്നെ ഇടിച്ചു താഴ്ത്തൽ ഒരാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇകഴ്ത്തി കാണിക്കാമെന്നുണ്ട്. അതിൽ എൻ്റെ ഒരു ജീവിത രീതി എടുത്താൽ, ജീവിതം ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്നൊരു കാര്യം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വർഗീയതയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഭീഷണി വരെ എൻ്റെ നേർക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വർഗീയതയുമായി സമരസപ്പെടുന്നൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരു പാർട്ടി ശത്രുവിനും പറയാൻ കഴിയില്ല. ഇതാണ് എൻ്റെ ജീവിതം. പക്ഷേ ഇവിടെ ആ ജീവിതത്തിനല്ല പ്രാധാന്യം. ഇവിടെ LDFനെ എതിർക്കുന്നതിന് വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന നിലക്ക് എന്നെ വ്യക്തിപരമായി വല്ലാതെ ഇകഴ്ത്തി കാണിക്കണം. അപ്പോൾ അതിനെന്താണ് വഴി? നിങ്ങളീ പറഞ്ഞ രീതിയിൽ പാർട്ടിയും LDFും ഒക്കെ വലിയ തോതിലുള്ള സ്വീകാര്യതയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എത്തിയിരുന്നു. ആ ഒരു ഭാഗം പരിശോധിച്ചാൽ നേരത്തെ പാർട്ടിയിൽ നിന്ന് അകന്നായിരുന്നു ന്യൂനപക്ഷങ്ങൾ പൊതുവിലുണ്ടായിരുന്നത്. ഒരു തരം അകറ്റി നിർത്തുന്ന മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അനുഭവത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. ദീർഘകാലത്താണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ അടുത്ത കാലത്തല്ല. അവരുടെ അനുഭവത്തിൽ തന്നെ മനസ്സിലായി എന്തിനാണ് ഞങ്ങൾ ഇവരെ അകറ്റി നിർത്തുന്നത്. ഇവരാണല്ലോ ശരിയായ നിലപാടെടുക്കുന്നത്, ഇവരാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്, ഇവരാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി കേസിൽപ്പെടുന്നത്, ഇവരാണല്ലോ ശിക്ഷ അനുഭവിക്കുന്നത്, എല്ലാ ബുദ്ധിമുട്ടുകളും അവരാണല്ലോ അനുഭവിക്കുന്നത്. ഇതവരുടെ ജീവിതാനുഭവത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ വല്ലാത്തൊരടുപ്പം ഇടതുപക്ഷത്തോട് പൊതുവിൽ അവർക്കുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ആ അടുപ്പം നല്ലതല്ല, തങ്ങളുടെ ചോർച്ച സംഭവിക്കുകയാണ്, തങ്ങളുടെ മണ്ണിനടിയിലെ കാലിന് അടിയിലെ മണ്ണ് ചോർന്നു പോവുകയാണ് എന്ന തിരിച്ചറിവോടെ അതിനെങ്ങനെ തടയിടാമെന്ന് ചിലർ ആലോചിച്ചു. ഇതെല്ലാം കൂടി ചേർന്നാണ് ഞങ്ങൾക്ക് നേരെയുള്ള ഈ ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയത്. പരസ്യമായിട്ടല്ലെന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പ്രചരണം പരസ്യമായിട്ടല്ല, വീടുകളിൽ പോയി മെല്ലെ മർമറിങ് ക്യാമ്പയിനാണ്. അതിപ്പോൾ പിണറായി വിജയൻ ഒന്നും പഴയ പോലെയല്ല കേട്ടോ, അതൊരു സംഘപരിവാറിൻ്റെ അടുത്ത ആളാണ് എന്ന് പറയാണ്. അത് പറയുന്നതിന് മടിയില്ല. ആ പ്രചരണം കൊണ്ട് ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യം, അതിനുശേഷം SIR വന്നപ്പോൾ എടുത്ത നിലപാട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേറ്റിവിറ്റി കാർഡിൻ്റെ കാര്യം, എല്ലാറ്റിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കാൻ ഇടയുണ്ടെന്ന് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതിന് ഞങ്ങൾക്കൊന്നും തടസ്സമായിട്ടില്ല. എപ്പോഴും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. അതേ നില തന്നെയാണ് തുറന്നു പോകുന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയാവും, കാരണം അതൊന്നും കാര്യം ഇലക്ഷനാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വരും. അതിൽ ചെറിയ രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കത്തിയുന്നൊരു വിവാദമാണ്. ഈ ഇലക്ഷനും അത് കത്തിച്ച് നിർത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. പത്മകുമാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളിനെതിരെ അങ്ങ് അർത്ഥഗർഭമായ ഒരു മൗനം പാലിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ അങ്ങ് ഭയന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ
പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്താണ് ചിന്തിക്കുക? ഇവിടെ കാണേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് അതിൻ്റെ മൂലകാരണക്കാരൻ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അദ്ദേഹം ഒരു ദിവസം പരസ്യമായിട്ട് പറഞ്ഞു അവിടുത്തെ ഒരു സാധനം കളവ് പോയി, ഒരു പീഠം കാണാനില്ല, കളവ് പോയിരിക്കുകയാണ്, എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണം. അപ്പോൾ അവിടുത്തെ വിജിലൻസ് ഇടപെട്ട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദുരുദ്ദേശപരമായി ഉന്നയിച്ചൊരു ആരോപണം എന്ന നിലക്ക് അതിനെ കാണുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സ്വീകരിച്ച നിലപാടുണ്ട്. അതിൽ ഗവൺമെൻറ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഇതിലൊരു പ്രത്യേക അന്വേഷക സംഘം ചുമതലപ്പെടുത്തി അന്വേഷിക്കുന്നതായിരിക്കും നന്നാവുക. ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഹൈക്കോടതി അത് ആ നിലക്ക് തന്നെ എടുത്തു. ഹൈക്കോടതിയുടെ ചുമതലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചു. ആ ചുമതലയിൽ കാര്യങ്ങൾ നടന്നു പോവുക. നല്ല ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിച്ചു പോയി. അതിൽ ഒരു ചിലരെല്ലാം അപ്പോൾ ബാഹ്യ ഇടപെടലുണ്ട്, ഗവൺമെൻറ് ഇടപെടലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിനെല്ലാം അതിനാണെന്ന് പറയാതെ ഹൈക്കോടതി മറുപടി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഒരു ബാഹ്യ ഇടപെടലുമില്ല, ഞങ്ങളാണ് നേരിട്ട് നിയന്ത്രിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ നല്ല സത്യസന്ധരായ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ്. നിശ്ചയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റാരോപണങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് തന്നെ ഹൈക്കോടതി പറയുന്ന നിലയുണ്ടായി. അപ്പോൾ അന്വേഷണം അതേ നിലക്ക് നടക്കട്ടെ എന്നുള്ള നിലയാണ് നമ്മൾ പൊതുവിൽ സ്വീകരിച്ചത്. ഇവിടെ കാണേണ്ട കാര്യം പത്മകുമാറിൻ്റെ പ്രശ്നം. പത്മകുമാറിൻ്റെ പ്രശ്നം അദ്ദേഹം കേസിൽപ്പെട്ടു. കേസിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ജയിലിലായി. അപ്പോൾ എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു നില അപ്പോഴില്ല. അത് കഴിഞ്ഞ് ചാർജ് ഷീറ്റ് വരട്ടെ, എന്തൊക്കെയാണ് ചാർജ് എന്ന് നോക്കാമെന്ന് വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തു. എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. വിശദമായ അന്വേഷണത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇതാണ് എടുത്തിട്ടുള്ള നിലപാട്. ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയും ഭയപ്പാടിൻ്റെ ആവശ്യം അതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി കാണുന്ന അടുത്ത അഭിമുഖം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെച്ചായിരിക്കുമോ? അത് ഈ LDFൻ്റെ ഭരണം കേരളത്തിലുണ്ടാവും. മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. താങ്ക് യു. മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ടാവും.